V2-ൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നേത്ര പ്ലസ് എന്ന ആപ്ലിക്കേഷനിലെ ഇന്ന് നമ്മൾ 2 ഫീച്ചേഴ്സാണ് നോക്കാൻ പോകുന്നത്. ടോക്കിംഗ് കാൽക്കുലേറ്ററും ടോക്കിംഗ് ക്ലോക്ക് ആൻഡ് അലാം. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ നേത്ര പ്ലസിനെ കുറിച്ച് നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാണാനായി നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യുക. പിന്നെ ഈ നേത്ര പ്ലസ്സിൽ കുറേ അപ്ഡേറ്റുകളൊക്കെ വരുന്നുണ്ട്. ആ ഫീച്ചറുകൾ ഉപയോഗിച്ചതിൻ്റെ ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അറിയാനായി നമ്മുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക. ചർച്ചകൾക്കായി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക് ചാനലിൻ്റെ അബൌട്ട് പേജിലുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ നേത്ര പ്ലസ്സിൽ പുതിയ അപ്ഡേഷനൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആപ്ലിക്കേഷൻ്റെ പേര് നേത്ര പ്ലസ് AI വിഷൻ ഫോർ ബ്ലൈൻഡ് എന്നായിട്ടുണ്ട്. നേത്ര പ്ലസ് AI വിഷൻ ഫോർ ബ്ലൈൻഡ്. ഇപ്പോൾ ടോക്കിംഗ് കാൽക്കുലേറ്ററാണ് നമ്മൾ ആദ്യമായിട്ട് ചെക്ക് ചെയ്യുന്ന ഫീച്ചർ. കാൽക്കുലേറ്ററിൽ കയറി അപ്പോൾ കാൽക്കുലേറ്റർ സെൻറ്റർ എന്ന് പറഞ്ഞു. ഞാൻ സ്പീച്ച് റേറ്റ് ഇത്തിരി കുറയ്ക്കാം. കാൽക്കുലേറ്റർ ടാബ്, അങ്ങനെ ഇവിടെ 3 ടാബാണുള്ളത്. കാൽക്കുലേറ്റർ ടാബ്, ഏജ് ടാബ്, സെറ്റിങ്സ് ടാബ്. ഇപ്പോൾ കാൽക്കുലേറ്റർ ടാബാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതാണ്, നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. 32 പ്ലസ് 32 എന്ന് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ 2 ഈക്വൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ റിസൾട്ട് വരും 64. അങ്ങനെ കറക്റ്റായിട്ട് പറഞ്ഞു. ഇവിടെ വോയിസ് അസിസ്റ്റൻ്റ് തന്നെ ബട്ടണുണ്ട്. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് പറയേണ്ട കാര്യം, നമുക്ക് ടൈപ്പ് ചെയ്ത കാര്യം എന്താണോ അത് പറയാം. ഇപ്പോൾ 32 + 32 എന്ന് ഞാൻ പറഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് വരും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ, ഈ വോയിസ് അസിസ്റ്റൻറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഐ ആം ലിസണിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അപ്പോൾ അതിൽ അപ്പോൾ ഐ ആം ലിസണിങ് എന്ന് പറയാൻ ശേഷം നമ്മൾ പറയേണ്ട കാര്യം 32 + 32 എന്ന് പറഞ്ഞാൽ റിസൾട്ട് 64 എന്ന് പറഞ്ഞ് വരും. അതാണ് ഈ വോയിസ് അസിസ്റ്റൻറ്റിൻ്റെ പ്രത്യേകത. ബാക്കിയുള്ള ടോക്കിംഗ് കാൽക്കുലേറ്ററിലൊന്നും ഞാൻ ഈ ഫീച്ചർ കണ്ടിട്ടില്ല. ഇതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ടാബ്. അപ്പോൾ രണ്ടാമത്തെ ടാബ് ഏജ് ടാബ്. ഏജ് കാൽക്കുലേറ്റർ, നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്യണം. നമ്മൾ ജനിച്ച വർഷം ടൈപ്പ് ചെയ്യണം. വർഷമല്ല, ആദ്യം ദിവസമാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഇവിടെ ടൈപ്പ് ആവുന്നില്ല, എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ ക്ലിയർ ചെയ്യുമ്പോൾ ക്ലിയർഡ് എന്ന് പറയുന്നുണ്ട്. ടൈപ്പ് ആവുന്നുണ്ട്. ഇപ്പോൾ അത് ഡേ, ഈ 11 ഞാൻ ഇപ്പോൾ ടൈപ്പ് ചെയ്തത്. ഇനി നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് മാസം. ഞാൻ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ടൈപ്പ് ചെയ്യുന്നത്, 11/6/2009. ഇത് ഇയർ ആണ്. ഈ 3 ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്. 2009 ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. കൃത്യമായി പറയുന്നുണ്ട് 16 വയസ്സുണ്ട്, 20 ദിവസം, പിന്നെ എത്രയോ മാസം പറയുന്നുണ്ട്, ഞാൻ ശ്രദ്ധിച്ചില്ല. 16 വർഷം 8 മാസം 20 ദിവസം. ഇനി ഇവിടെ സെറ്റിങ്സ് ടാബ് ഉണ്ട്. സെറ്റിങ്സ് ടാബ് നോക്കാം. ടോക്കിംഗ് ഫീഡ്ബാക്ക് ഓൺ, ഇത് ഓഫ് ചെയ്താൽ ഇങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ വോയിസ് അനൗൺസ്മെൻറ്റ് വരില്ല. ഇത് പിച്ച് അതിന് മുമ്പത്തെ സ്പീച്ച് റേറ്റ്, ഇതെല്ലാം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമുക്കിനി ടോക്കിംഗ് ക്ലോക്ക് ആൻഡ് അലാമിലേക്ക് പോകാം.
ടോക്കിംഗ് ക്ലോക്ക് ആൻഡ് അലാം. ഇപ്പോൾ ടൈം പറയുന്നുണ്ട്. ഇപ്പോൾ പുതിയ അപ്ഡേറ്റിൽ വന്നതാണ്, നിങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യുക വെർഷൻ 1.3ലേക്ക്. ഇതിൽ ഇപ്പോൾ അതിന് മുമ്പ് വരെ ടൈം ആയിരുന്നു പറയുന്നത്. ഇപ്പോൾ ക്ലോക്ക് ഫേസ് ഡബിൾ ടാപ്പ് ടു ഹിയർ ദ കറണ്ട് ടൈം. ഇതിൽ ക്ലിക്ക് ചെയ്താൽ ടൈം കൃത്യമായിട്ട് പറയും. ഇപ്പോൾ ഓപ്പൺ ഓട്ടോ അനൗൺസ്മെൻറ്റ് സെറ്റിങ്സ് ടു ചൂസ് ആൻഡ് ഫോർമാറ്റ് ആൻഡ് സ്പീഡ്. ഫോർമാറ്റും സ്പീഡെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടി ഈ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഗോ ബാക്ക് ടു പ്രീവിയസ് സ്ക്രീൻ ബട്ടൺ. ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ബാക്ക് ആവും. അപ്പോൾ ഓട്ടോ അനൗൺസ്മെൻറ്റ് സെറ്റിങ്സിൽ പോവാം. എനേബിൾ ഡിസേബിൾ ഓട്ടോമാറ്റിക് ക്ലോക്ക്. ഇപ്പം മുമ്പൊക്കെ ഫീച്ചേഴ്സിൻ്റെ അധികം ഡിസ്ക്രിപ്ഷൻ ഇല്ലായിരുന്നു. ഇപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് ഏത് സാധാരണ മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഇത് മാറുന്നുണ്ട്. ഇത് അനൗൺസ്മെൻറ്റ്, ഇത് ഓൺ ഓഫും ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇത് ഓൺ ചെയ്താലേ ഇത് വർക്ക് ചെയ്യൂ. ഇത് അനൗൺസ്മെൻറ്റ് ചെയ്യുന്ന ഇൻ്റർവെല്ലാണ്. എത്ര സമയത്തിനിടയ്ക്ക് ഇത്ര ടൈമായി എന്ന് പറയണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ 15, 20, 30, 1 മണിക്കൂറുണ്ട്. മുമ്പ് ഇവിടെ ഒരു കസ്റ്റം എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഈ കസ്റ്റം എന്ന ഓപ്ഷൻ അവർ റിമൂവ് ചെയ്തു. അതെന്താണെന്നറിയില്ല. യൂസ് 24 hour ഫോർമാറ്റ്. ഇത് റെയിൽവേ ടൈം ഉപയോഗിക്കാൻ വേണ്ടിയാണ്. അപ്പം 5 മിനിറ്റ് കൂടുമ്പോൾ, ഇപ്പം 5 മിനിറ്റ് കൂടുമ്പോൾ അല്ലെങ്കിൽ 10 മിനിറ്റ് കൂടുമ്പോൾ നമ്മൾ അനൗൺസ്മെൻറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ കൂടെ ഡേറ്റ് ഇൻക്ലൂഡ് ചെയ്യണമെന്നാണ് ഈ ടിക്ക് ബോക്സ് ഉള്ളത്. ഇത് ഈ ചെക്ക് ബോക്സ് ചെക്ക് ചെയ്താൽ ഇത് ഡേറ്റ് അനൗൺസ്മെൻറ്റ് ഇല്ല. ഇത് സ്ലോ സ്പീച്ച് സ്പീഡ് പുതിയതായിട്ട് ഓപ്ഷനാണ്. അനൗൺസ്മെൻറ്റ് ചെയ്യുമ്പോൾ ഇത് 50% നോർമലാണ്. ഇതിനെക്കാട്ടി സ്ലോ ആക്കണം എന്നാണ് ഈ ടിക്ക് ബോക്സ്. ഇത് ചെക്ക് ചെയ്താൽ ഈ നമുക്ക് വോയിസ് അനൗൺസ്മെൻറ്റ് കേൾക്കുന്നത് സ്ലോ ആയിട്ട് കേൾക്കും. നോർമൽ സ്പീച്ച് സ്പീഡ് ഇതാണ് ഇപ്പോൾ നിലവിൽ ടിക്കായിട്ട് ഡിഫോൾട്ട് ഇതാണുള്ളത്. ഇത് ഫാസ്റ്റ് ആക്കാൻ പറ്റും. വെരി ഫാസ്റ്റ് തന്നെ ഓപ്ഷൻ വരെയുണ്ട്. ഫോൺ ഇപ്പോൾ നമ്മൾ അനൗൺസ്മെൻറ്റ് വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ വൈബ്രേഷൻ വരണോ എന്ന് അത് ഡിഫോൾട്ട് ഇവിടെ ചെക്കാണ്, ഓണാണ്. ടെസ്റ്റ് അനൗൺസ്മെൻറ്റ് ഹിയർ ദ കറണ്ട് ടൈം നൗ. ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഈ ടെസ്റ്റ് അനൗൺസ്മെൻറ്റ് ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ ടൈം എന്താണോ അത് പറയും. പിന്നെ ഇത് താഴെ സേവ് സെറ്റിങ്സിൽ കൊടുത്തിട്ട് സെറ്റിങ്സ് സേവ് എന്ന് പറയുന്നുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്തതിന് മാത്രമേ നമ്മൾ ഇപ്പോൾ സെറ്റിങ്സ് എന്താ സേവ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കേയിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മാത്രമേ നമ്മൾ ഇതിന് ബാക്ക് ഇറങ്ങാവൂ. 10:07 PM ഇതിങ്ങനെ പറഞ്ഞല്ലോ, അതാണ്. അപ്പോൾ ഇതാണ് നേത്ര പ്ലസിലെ ഈ 2 ഫീച്ചേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ള അപ്ഡേറ്റുകൾക്കും വീഡിയോകൾക്കുമായി നമ്മുടെ ചാനലുകളുമായും ഗ്രൂപ്പുകളുമായും ബന്ധപ്പെടുക.